കൊല്ലം സുധിയുടെ മരണശേഷം സുധിയുടെ ഭാര്യ രേണുസുധിയുടെയും മക്കളുടെയും മുന്നോട്ടുള്ള ജീവിതം വളരെയധികം അനിശ്ചിതാവസ്ഥയിലാവുകയും ചെയ്തിരുന്നു. ആ ഒരു സമയത്ത് കൊല്ലം സുധിയെ സ്നേഹിക്കുന്നവരുടെ കൂട്ടായ്മയിൽ നിന്നും രേണുസുധിയും മക്കളും സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചെത്തിയിരുന്നു. അത് ബിഷപ്പ് നോബൽ ഫിലിപ്പ് സൗജന്യമായി നൽകിയ ഒരു 7 സെന്റ് സ്ഥലത്താണ് മനോഹരമായ വീട് ഉയർത്തിക്കൊടുത്തത്. അധികം വൈകാതെ രേണുസുധി സോഷ്യൽ മീഡിയയിൽ സജീവമായി. റീൽസും ഫോട്ടോഷൂട്ടും ചെയ്യാൻ തുടങ്ങിയതോടുകൂടി രേണുവിനെതിരെ സൈബർ ആക്രമണം ഉണ്ടായി. മരിച്ചുപോയ ഭർത്താവിന് ചീത്തപ്പേരുണ്ടാക്കിയെന്ന തരത്തിലായിരുന്നു വിമർശനം. അടുത്തിടെ സുധിയുടെ കുടുംബത്തിന് വീട് വയ്ക്കാൻ സ്ഥലം നൽകിയ ബിഷപ്പിനെയും സോഷ്യൽ മീഡിയയിൽ സൈബർ ആക്രമണം രൂക്ഷമാക്കി കൊടുത്തു. ആംഗ്ലിക്കൻ സഭയുടെ ബിഷപ്പ് നോബൽ ഫിലിപ്പാണ് ചങ്ങനാശ്ശേരിയിലുള്ള തൻ്റെ കുടുംബസ്വത്തിൽ നിന്ന് 7 സെന്റ് സ്ഥലം രേണുസുധിയുടെ മക്കളുടെ പേരിൽ സൗജന്യമായി നൽകിയത്. രേണുസുധി സോഷ്യൽ മീഡിയയിൽ വൈറലായതോടുകൂടി ബിഷപ്പിനെതിരെയും പ്രചാരണം ആരംഭിച്ചു. കൊല്ലം സുധിയുടെ കുടുംബത്തിന് സ്ഥലം സൗജന്യമായി നൽകിയതിന് പിന്നിൽ രേണുസുധിയുടെ പേരുപയോഗിച്ച് ബാക്കി സ്ഥലങ്ങൾ ബിഷപ്പ് വലിയ തുകയ്ക്ക് വിറ്റയച്ചു എന്നൊക്കെയായിരുന്നു ആരോപണം. രേണുസുധി കാരണം ബിഷപ്പ് മനോവിഷമം അനുഭവിക്കുന്നെന്നും ഇരുവരും തമ്മിൽ പ്രശ്നത്തിലാണെന്നും വരെ പലരും പ്രചരിപ്പിക്കുകയുണ്ടായി. എന്നാൽ ഇതിനെതിരെ രേണു ചില അഭിമുഖങ്ങളിൽ പ്രതികരിച്ചു. കൊല്ലം സുധിക്ക് സ്ഥലം കൊടുത്തതിൻ്റെ പേരിൽ ആരും ബിഷപ്പിൻ്റെ സ്ഥലം വാങ്ങാൻ വരുമെന്ന് താൻ വിശ്വസിക്കുന്നില്ല എന്നാണ് രേണു പറഞ്ഞത്. കൊല്ലം സുധിയുടെ മരണശേഷം അദ്ദേഹത്തിൻ്റെ കുഞ്ഞുങ്ങളുടെ അവസ്ഥ കൊണ്ടാണ് താൻ സ്ഥലം വിട്ടുകൊടുത്തതെന്നും പ്രശസ്തിക്ക് വേണ്ടിയല്ലെന്നും ബിഷപ്പ് പ്രതികരിച്ചതാണ്. രേണുവിൻ്റെ പേര് ഉപയോഗിച്ച് തൻ്റെ മറ്റു വസ്തുക്കൾ വിറ്റെന്ന പ്രചാരണം വലിയ വേദന ഉണ്ടാക്കിയെന്നും ബിഷപ്പ് പറയുകയുണ്ടായി. ഇപ്പോൾ ഇതാ ആരോപണങ്ങൾക്ക് ശക്തമായ രീതിയിൽ പ്രതികരണമായി ഇരുവരും രംഗത്തെത്തിയിരിക്കുകയാണ്. കൊല്ലം സുധിയുടെ മക്കൾക്ക് സ്ഥലം ദാനമായി നൽകിയ ശേഷം ഇന്നുവരെ 1 സെന്റ് സ്ഥലം പോലും വിറ്റിട്ടില്ലെന്ന് ബിഷപ്പ് നോബൽ ഫിലിപ്പ് വെളിപ്പെടുത്തിയിട്ടുണ്ട്. താൻ ദൈവതുല്യനായി കാണുന്ന വ്യക്തിയാണ് ബിഷപ്പെന്നും എൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി വലിയൊരു സഹായമാണ് ചെയ്തതെന്നും അദ്ദേഹത്തിനെതിരെയുള്ള ആരോപണങ്ങൾ അവസാനിപ്പിക്കണമെന്നാണ് രേണുസുധി അഭിമുഖത്തിൽ പറയുന്നത്.